ഞാൻ ഡോക്ടർ സമീർ സക്കീർ ഹുസൈൻ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. നമ്മളെ ഒ പിയിൽ വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ചായ കോഫി കുടിക്കാൻ പാടുണ്ടോ ഇല്ലേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ബെവറേജ് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചായയും കോഫിയും കൂടിയാണ്. ചായൻ്റെയും കോഫിയുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചായ ആൻഡ് കോഫി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ് പ്രധാനമായിട്ടും അതിൻ്റെ ഗുണങ്ങൾ നിലനിർത്തുന്നത്. അതേപോലെ തന്നെ കോഫിയിൽ ഉണ്ടാവുന്ന കെഫീനാണ് നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഉന്മേഷമോ ഒരു ഉറക്കമൊക്കെ വരുമ്പോൾ ചായയോ അല്ലെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കം പോകുന്നത് കെഫീൻ എന്നുള്ളൊരു കണ്ടൻറ്റ് കാരണം കൊണ്ടാണ്. പക്ഷേ ഈ കെഫീൻ അല്ല അതിൻ്റെ ഗുഡ്നെസ് ഉണ്ടാക്കുന്നത്. അത് ബേസിക്കലി പോളിഫിനോൾസ്, ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന കോഫിയിൽ കാണപ്പെടുന്ന ക്ലോറോജനിക് ആസിഡാണ് സാധാരണ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ്, അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഗുണങ്ങളെല്ലാം ക്ലോറോജനിക് ആസിഡ് കാരണം കൊണ്ടാണ്. ലിവറിൻ്റെ ഒരുപാട് രോഗങ്ങൾ കുറക്കും. എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ, സിറോസിസ് ലിവർ ചുരുങ്ങി പോകുന്നൊരവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിവറിൻ്റെ ക്യാൻസർ, ഈ 3 വിഭാഗത്തിലുള്ള രോഗങ്ങളും ലിവറിനെ സംബന്ധിച്ചിടത്തോളം കുറക്കുന്നൊരു കാര്യമാണ് കോഫി. അതേപോലെ തന്നെയാണ് പക്ഷാഘാതം, സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന രോഗങ്ങൾ, അതേ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ബ്രെയിനിന് അൽസൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒക്കെ കുറക്കുന്ന ഒരു കാര്യമാണ് ഈ ക്ലോറോജനിക് ആസിഡ്സ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ കോഫി കുടിച്ച് കഴിഞ്ഞാലുള്ള ആൾക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നുള്ളൊരു ഗുണം, നമ്മളെ കുടലിൻ്റെ നല്ല ബാക്ടീരിയകൾ, ബിഫിഡോ ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന നല്ല ബാക്ടീരിയകൾ വളർത്താൻ, ഒരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യാനും കൂടിയും കോഫി ഒരുപാട് സഹായിക്കുന്നതാണ്. ഒരു പഠനങ്ങളിലും കോഫി അല്ലെങ്കിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ പുണ്ണുകൾ അല്ലെങ്കിൽ അന്നനാളത്തിലോ ആമാശയത്തിലോ എന്തെങ്കിലും ഒരു രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ആസിഡിറ്റി കൂടുന്നതായിട്ട് ചില ആൾക്കാർക്ക് അനുഭവപ്പെടാം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫങ്ഷണൽ ബവൽ ഡിസീസ് അല്ലെങ്കിൽ ഡിസ്പെപ്സിയ എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക്, വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക് ചായയോ കോഫിയോ കുടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാറുണ്ട്. അത് ബേസിക്കലി ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ അവർ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചായൻ്റെയും കോഫിൻ്റെയും അളവ് കുറച്ചാൽ മതി. സോ വാട്ട് ഈസ് ദ സേഫ് ലിമിറ്റ്? എത്ര കഴിക്കാൻ പറ്റും ഒരാൾക്ക്, എത്ര കോഫി ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നുള്ളത്? ഏകദേശം 400 മില്ലിഗ്രാം ഓഫ് കോഫി ഒരു ദിവസം ഒരു നോർമൽ അഡൾട്ടിന് കഴിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അതിലും കുറവായിട്ടായിരിക്കും കഴിക്കുന്നത് നല്ലത്. 400 മില്ലിഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 കപ്പ് കോഫി പെർ ഡേ സേഫായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈകുന്നേരങ്ങളിൽ ഒരു 4-5 മണിക്ക് ശേഷം കഴിയുന്നതും കഴിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഹാഫ് ലൈഫ്, കോഫീൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 4 to 6 hours. അതായത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് 4 മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾക്ക് അതിൻ്റെ എഫക്ട്സ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഉറക്കിനൊക്കെ ബാധിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നു. ഉറക്കിൻ്റെ നല്ലൊരു ഉറക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. ആൾക്കാർ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഫിൽറ്റർ കോഫിയാണോ നല്ലത് അല്ലെങ്കിൽ നോർമൽ കോഫിയാണോ? നമ്മളെ മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരുപാട് ഇൻസ്റ്റൻറ്റ് കോഫികൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. അത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഫിൽറ്റർ കോഫിയാണ്. ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനുള്ള ചെറിയൊരു പാത്രം ഏകദേശം ഒരു 300 രൂപയ്ക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. അതിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഫിൽറ്റർ കോഫി മോർ ആൻറ്റി ഓക്സിഡൻസ്, കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് കുറവായിരിക്കും. അതേപോലെ തന്നെ അതിനുള്ള അഡിറ്റീവ്സും, ഈ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി വാങ്ങുമ്പോൾ പലപ്പോഴും ചിക്കോറി എന്ന് പറയുന്ന അഡിറ്റീവ്സൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതൊക്കെ ഫിൽറ്റർ കോഫിയിൽ കുറവായിരിക്കും. ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രോപ്പർട്ടീസും കൂടുതലായതുകൊണ്ട് എപ്പോൾ ഒരു ഫിൽറ്റർ കോഫി പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. വേറൊരു കാര്യം, ചായയും കോഫിയും ഡയബറ്റീസുമായിട്ട് റിലേഷനാണ്. ചായയും കോഫിയും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് റിസ്ക് ഓഫ് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് ഷുഗറോ പാലോ ആഡ് ചെയ്യാത്ത ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ആണ് നല്ലത്. എല്ലാ പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ട് ബ്ലാക്ക് കോഫി ആൻഡ് ബ്ലാക്ക് ടീക്കാണ് ഈ പറഞ്ഞ എല്ലാ അഡ്വാൻറ്റേജസും ഉള്ളത്. പിന്നുള്ളൊരു സംശയം, കുട്ടികൾക്ക് ചായയോ കോഫിയോ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മൾ പീഡിയാട്രിഷ്യൻസ് പൊതുവേ പറയുന്നത് ഒരു 12 വയസ്സ് താഴെയുള്ള കുട്ടികൾ കഴിയുന്നതും ചായയും കോഫിയും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കുട്ടികൾ വളരെ ഈ ചായയും കോഫിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ, പാൽപിറ്റേഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് ആ ഒരു വിഭാഗം 12 വയസ്സുള്ള താഴെയുള്ള നമ്മളെ കുട്ടികൾക്ക് കഴിയുന്നതും ചായയും കോഫി അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. 12 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് 100 ഗ്രാം, നമ്മൾ നേരത്തെ പറഞ്ഞു 400 മില്ലിഗ്രാംസാണ് പറഞ്ഞത്, ഒരു 100 മില്ലിഗ്രാംസ് ആക്സെപ്റ്റബിൾ ലെവലാണ്. അതായത് 1
ഓർ 2 കപ്സ് ഓഫ് ടീ അല്ലെങ്കിൽ 1 കപ്പ് ഓഫ് കോഫി കൺസ്യൂം ചെയ്യുന്നത് കുട്ടികൾക്ക് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സേഫാണ്. രണ്ടാമത്തൊരു പോയിന്റ് പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസിയിൽ ചായയും കോഫിയും കുടിക്കാൻ പാടുണ്ടോ എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്. സേഫാണ്. നേരത്തെ പറഞ്ഞ 400 മില്ലിഗ്രാംസ് എന്നുള്ളത് കുറഞ്ഞ് ഒരു 200 മില്ലിഗ്രാംസ്, അതിൻ്റെ പകുതി, ഒരു സാധാരണ ഒരാൾ 3-4 കപ്പ് കോഫി അല്ലെങ്കിൽ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ 1-2 കപ്പായിട്ട് പ്രഗ്നൻസിയിലും അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ചായയും കോഫിയും. ചായ നല്ലതാണോ വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോഫി ആൻഡ് ടീ ഈസ് ഓൾവേസ് ഗുഡ്. താങ്ക് യു.